നന്നായിട്ട് പ്ലെയിൻ ആയിട്ടിരിക്കുന്നത് കണ്ടാൽ പിടിക്കില്ല. കണ്ടിട്ട് ഞാൻ പോലത്തെ വേർപ്പ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാമിലി ബാക്ക് ബെഞ്ച് കപ്പിൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വാൾ പെയിൻറ്റിങ് തന്നെയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോ ഒരു വാൾ പെയിൻറ്റിങ്ങിന് വാൾ പെയിൻറ്റിങ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ റൂമിലും അമ്മയുടെ റൂമിലും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഇത് അവിടെ കൊടുക്കുന്നുണ്ട്, വേഗം പോയി കാണണം കേട്ടോ. അപ്പോൾ അത് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വാളിൽ ഇപ്പോൾ ഞങ്ങളുടെ റൂമിലും അമ്മയുടെ റൂമിലും അല്ലാണ്ട് തന്നെ ഹാളിലും പിന്നെ ഞങ്ങളുടെ റൂമിൽ ചെറിയൊരു പോർഷൻ ഉണ്ട്, അവിടെയും കൂടി ഒന്ന് വരയ്ക്കണം എന്ന് ആ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് വീട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു, അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു, ഏട്ടനും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കണ്ടവരെല്ലാവരും നല്ല റെസ്പോൺസ് തന്നെയാണ് ചെയ്തത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഞാൻ ഹാളിലൊന്ന് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ റൂമിൽ ഒരു പോർഷൻ അവിടെയും കൂടി ഒന്ന് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇന്ന് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പോണത്. അപ്പോൾ ഇതും ഒരു വാൾ പെയിൻറ്റിങ് വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടും വൈകണ്ടല്ലോ, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇവിടെ ഈ ചെറിയൊരു പോർഷനിൽ ഞാനിങ്ങനെ ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നേരത്തെ വരച്ച നേരത്തെ ഞങ്ങളുടെ റൂമിൽ തന്നെ നേരത്തെ ഒരു പിക്ചർ വരച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണണമെന്ന് ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ ഞങ്ങളുടെ റൂമിൽ തന്നെ ചെറിയൊരു ഭാഗത്ത് ഞാനിങ്ങനെ ചെറിയൊരു ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെ ഇത് എടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോ കൂടി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആവും വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കാണ്ടിരുന്നത്. ആ പിക്ചർ വരച്ചിട്ടില്ലേ, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതെന്തായാലും കാണണം കേട്ടോ നിങ്ങൾ. അപ്പോൾ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആവും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാണ്ടിരുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് പ്രത്യേകിച്ചൊന്നുമില്ല, അത് ജസ്റ്റ് ചെറിയൊരു പിക്ചർ ഞാൻ വരച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് വരയ്ക്കാൻ പോണതിൻ്റെ കുറച്ച് സംഭവങ്ങളാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നേരത്തെ വീഡിയോ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതത്ര ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കണില്ല, ആ ഒരു ഭാഗം മാത്രമേ ഇൻക്ലൂഡ് ആക്കുന്നുള്ളൂ. അപ്പോൾ ഈ ബോർഡർ ലൈൻ വരച്ചിട്ടുള്ള പരിപാടി നിങ്ങൾ കാണുമ്പോൾ എന്താ സംഭവം എന്ന് വിചാരിക്കുന്നുണ്ടാവും. വേറെ ഒന്നുമല്ല, ഇത് എങ്ങനെ കോഡ്സും കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചാർട്ട് പേപ്പറൊക്കെ കട്ട് ചെയ്ത് വെക്കണത്. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് കോഡ്സൊക്കെ എഴുതാവുന്ന രീതിയിലാണ് വെക്കണത്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് സിമ്പിളായിട്ട് ചെറിയൊരു കട്ടിങ് വെച്ചിട്ടുണ്ട്. അതുപോലെ ബോർഡർ ലൈൻ അപ്പുറത്തൊക്കെ വരയ്ക്കുന്നുണ്ട്. ബോർഡർ ലൈൻ വരയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫ്രെയിം വർക്ക് പോലെ ചെയ്യാന്നുള്ള രീതിയിലാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരച്ചിട്ട് അതിൽ പെയിൻറ്റ് കൊടുക്കാനുള്ള ഉദ്ദേശത്തിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതെന്ന് പറയണത് ഒരു സ്മൈൽ ഫേസിൻ്റെ ഒരു രൂപം ആക്കാം എന്നുള്ള രീതിയിലാണ്. അതെന്തായാലും നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയും, അല്ലാണ്ട് ഞാനിങ്ങനെ പറഞ്ഞ് കുളവാക്കാൻ നിൽക്കണില്ല. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ അത്ര വലിയ കലാകാരിയൊന്നും അല്ല, എന്നാലും ചെറുത് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ വരയ്ക്കണമെന്നേ ഉള്ളൂ. നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലാക്ക് കൊണ്ടാണ് ഞാനിപ്പോൾ ബോർഡർ ലൈൻ കൊടുക്കുന്നത്. പൊതുവേ വാൾസിനൊക്കെ അതായിരിക്കുമല്ലോ നല്ലത്. വാൾസിന് ബ്ലാക്ക് കളറാണ് സ്യൂട്ടബിൾ ആയിട്ടിരിക്കുക, അതുകൊണ്ട് ഞാൻ ബ്ലാക്കാണ് ഇതിൽ കൊടുക്കുന്നത്. ബ്ലാക്ക് ബോർഡർ ലൈനാണ് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കോഡ്സ് എഴുതാന്നുള്ള ഒരു സെറ്റപ്പിലാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാത്തിലും അതുപോലെ തന്നെ ഞാൻ ചെയ്യണം കേട്ടോ. ബ്ലാക്ക് കൊണ്ട് ഇങ്ങനെ ബോർഡർ ലൈൻ കൊടുക്കുകയാണ് ചെയ്യണത്. പിന്നെ അതിൻ്റെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച സ്മൈലി ഫേസ് ഞാൻ പറഞ്ഞല്ലോ, അതാണ് ഈ സംഭവം. അതായത് ഇങ്ങനെ സ്മൈൽ ഇമോജി ഉണ്ടല്ലോ, അങ്ങനെ ആ രീതിയിലാക്കാമെന്ന് വിചാരിക്കുകയാണ്. എന്നിട്ട് അതിനും ഇങ്ങനെ ജസ്റ്റ് ഒരു കളർ കൊടുക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ കണ്ണും മൂക്കും, കണ്ണ് വായ അങ്ങനെ രീതിയിൽ സെറ്റപ്പ് ആക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ഒട്ടിക്കാവുന്ന രീതിയിൽ വെക്കണം. പിന്നെ ഞങ്ങളുടെ ഒരു ഫോട്ടോ ഉണ്ട്, അപ്പോൾ അതിന് ഞാനിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോഡ്സ് എഴുതി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചുമ്മാ ചെറിയ കോഡ്സ് അത്രയേ ഉള്ളൂ, വലിയ കോഡ്സ് ഒന്നുമില്ല. പിന്നെ ആ സൈഡിൽ ഞാനിങ്ങനെ എന്നിട്ട് ഒട്ടിച്ച് വെക്കുന്നുണ്ട്. ഞങ്ങളുടെ രണ്ട് ഫോട്ടോ ഉണ്ട്. അത് ഞങ്ങളുടെ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോ ആയിരുന്നു. അപ്പോൾ അതിനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഇതിലാക്കി വെച്ചിട്ടുണ്ട്.
പിന്നെ 2-3 കോട്ട്സ് ഞാൻ അപ്പുറത്ത് ഒട്ടിക്കുന്നുണ്ട്. പിന്നെ ആ മേലെ കാണുന്ന ഫോട്ടോയുടെ താഴെ ഞാനൊരു ഒരു ഡ്രീം ക്യാച്ചർ എന്ന രീതിയിലാക്കാമെന്നുള്ള രീതിയിൽ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനാണ് ഞാൻ റൗണ്ട് രീതിയിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിന് താഴെ ഞാൻ ഇങ്ങനെ ഡ്രീം ക്യാച്ചറിൻ്റെ ഒരു ഇത് വരച്ച് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒട്ടിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു വരയ്ക്കാം എന്ന രീതിയിൽ വിചാരിച്ചു. അപ്പോൾ ആ ഒരു സെറ്റപ്പും കൂടി അവിടെ ആക്കുന്നുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് കാണുമ്പോഴേ നിങ്ങൾക്കത് കറക്റ്റായിട്ട് അറിയുള്ളൂ. പിന്നെ നമ്മുടെ സ്മൈലി ഫേസ് എവിടെ വെക്കും എന്നുള്ള ആലോചനയിലാണ്. ഇവിടെ വെക്കണോ എവിടെയാണ് സെറ്റ് ആക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനിലിരിക്കുകയാണ്. അവസാനം സെറ്റാക്കി, ഒരു ഭാഗത്തിരിക്കട്ടെ എന്ന രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു സ്മൈലി ഫേസ് ഞാൻ ആ സൈഡിലും കൂടെ സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ആ സൈഡിലൊന്ന് ചെറിയൊരു സ്മൈലി ഫേസ് ഞാൻ സെറ്റാക്കി വെക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഹാപ്പി എന്ന് എഴുതിയൊരു ഇതിൽ വന്നിട്ട് അവിടെയും ചെറിയൊരു സ്മൈലി ഫേസ് ചുമ്മാ വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഫോട്ടോ വെച്ച് അവിടെ ഒരു ബോർഡർ ലൈൻ കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ പിന്നെ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരു ചെറുതായിട്ടൊരു ബോർഡർ ലൈനും അവിടെ ഒരു ഫ്രെയിം വർക്ക്, അതായത് ഫ്രെയിം ചെയ്യണ പോലെ ഒരു രീതിയിൽ ആക്കുന്നുണ്ട്. അതായത് കോട്ട്സൊക്കെ എഴുതിയില്ലേ, അവിടെ ഒരു ബോർഡർ ലൈൻ കൊടുത്തില്ലേ, അതുപോലെ ഇവിടെ ഒന്ന് ബോർഡർ ലൈനൊക്കെ കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവസാനത്തെ ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് ഗൈസ്? അപ്പോൾ ഇതാണ്, ഇത്രയേ ഉള്ളൂ, ചെറിയൊരു പരിപാടി. ആ ഹാപ്പിയുടെ അവിടുത്തെ സ്മൈൽ ഞാൻ ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് കരഞ്ഞു, അത് മാറ്റി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതും അപ്പോഴേ വരച്ചതും കൂട്ടണം. നേരത്തെ അത് ഞാൻ സർപ്രൈസായിട്ട് കൊടുത്തതാണ് വരച്ചത്. ഇനി ഇതും ഇപ്പോൾ വരച്ചതും കൂടിയിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കണം. എന്ത് പറയുന്നത് അറിയില്ല, വീട് മൊത്തം പെയിൻ്റ് അടിച്ച് വിടുമെന്നുള്ള രീതി ചോദിക്കുന്നുണ്ട്. പറഞ്ഞേ ഇന്നത്തെ പരിപാടി കലക്കി. ഞാൻ വൈകുന്നേരം വന്നിട്ട് അവർ സർപ്രൈസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന സാധനം നമ്മൾ ആദ്യം കാണിച്ചു തന്ന ഞാൻ അപ്പോഴേ കാണിച്ചില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സാധനം നന്നാക്കിണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ വന്നതിന് ശേഷം വൈകുന്നേരത്തിനുള്ളിൽ വേറൊരു സംഗതി കൂടി ഒപ്പിച്ചു വെച്ചതാണ്. ഇതാണ് പൂമ്പാറ്റകളെ പറത്തുവിടുന്ന പെൺകുട്ടി. വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. നന്നായിട്ടുണ്ട്, ആക്ച്വലി നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. എനിക്കെന്നല്ല, അത് വാളിലിങ്ങനെ എന്തെങ്കിലുമൊക്കെ വരച്ച് കാണണം എന്നുള്ളൊരു ആഗ്രഹമാണ്. നന്നായിട്ട് പ്ലെയിൻ ആയിട്ടിരിക്കുന്നത് കണ്ടാ പിടിക്കില്ല. ശരി, പക്ഷെ നന്നായിട്ടുണ്ട്, ചെയ്ത സാധനമൊക്കെ നന്നായിട്ടുണ്ട്, സംഗതിയൊക്കെ സൂപ്പറായി. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആൾക്കാർ കഴിവല്ലേ ഒന്ന് പ്രോത്സാഹിപ്പിക്കും. കഷ്ടപ്പെട്ട് എന്തായാലും ചെയ്താലും കണ്ടിട്ട് ഞാൻ പോലത്തെ വേർപ്പ്. അപ്പൊ എന്തായാലും അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.